ഞങ്ങളൊക്കെ ഒരു കാലത്ത് നിങ്ങൾ പറഞ്ഞു പറ്റിച്ചത് എന്താ? മടവൂർ ശൈഖുനാനായിട്ട് നമ്മളാണ് ഏറ്റവും വലിയ ബന്ധം, നമ്മൾ ഭയങ്കര ബന്ധാണ്. സുബ്ഹാനല്ലാഹ്, മടവൂർ ശൈഖുനാനായിട്ട് ആരാണ് യഥാർത്ഥത്തിൽ ബന്ധത്തിൽ ഉണ്ടായിരുന്നത് എന്നത് കൃത്യമായി ഒരു ചരിത്ര വിദ്യാർത്ഥി പഠിക്കാൻ ഇറങ്ങിയപ്പോഴല്ലേ കാര്യങ്ങൾ ബോധ്യപ്പെട്ടത്. ഒരു ചരിത്രാന്വേഷി എന്ന നിലക്ക്, ഒരു ചരിത്ര വിദ്യാർത്ഥി എന്ന നിലക്ക് ഞങ്ങൾ ആ പരിശുദ്ധമായ വഴിയെ തേടി ഇറങ്ങിയപ്പോ ഞങ്ങൾക്ക് ബോധ്യപ്പെട്ടു, നിങ്ങൾക്കൊരു പുലബന്ധം പോലുമില്ല. മടവൂർ ശൈഖുനയുമായി നിങ്ങൾക്ക് എന്തു ബന്ധം? എന്തു ബന്ധം നിങ്ങൾക്ക്? ഞങ്ങൾ പോയിട്ടുണ്ട്. എവിടെ? സംഘടനയിൽ പ്രശ്നം വന്നപ്പോ അതിന് പോകാനുള്ള സ്ഥല മശായിഖന്മാരെ ഹളറത്ത്. എടോ, മശായിഖന്മാരായിട്ടുള്ള ബന്ധം. രോഗം വന്നപ്പോ രോഗം മാറാൻ പോയിട്ടുണ്ട്. കുട്ടികളില്ലാണ്ടായപ്പോ കുട്ടികളുണ്ടാക്കാൻ കുട്ടികളെ തരുമോന്ന് ചോദിക്കാൻ വേണ്ടി പോയിട്ടുണ്ട്. ദർസ് നടത്തണോ നിർത്തണോ എന്ന് ചോദിക്കാൻ പോയിട്ടുണ്ട്. അപ്പൊ ഞങ്ങൾ വലിയ ബന്ധ. തലമ്മ വേർപ്പ് വരുമ്പോ അത് വറ്റാൻ എന്താ വഴിന്ന് ചോദിച്ചിട്ട് അതിന് പോയിട്ടുണ്ട്. വാദപ്രതിവാദത്തിന് കുടുങ്ങാതിരിക്കാൻ പോയിട്ടുണ്ട്. ഇതൊക്കെ മശായിഖന്മാരായിട്ടുള്ള മുസാഹബത്ത്, സുഹബത്ത്. അതെ, ചോദിക്കട്ടെ. ഒരു ഡോക്ടറെ അടുത്ത് പോയി, പനിയാണെന്ന് പറഞ്ഞു. അയാൾ മരുന്ന് എഴുതി കൊടുത്തു, പനി മാറി. ആ ഡോക്ടറും ഞാനും തമ്മിൽ വലിയ ബന്ധ. അക്കോലത്തിലെ ബന്ധം നിങ്ങൾക്ക് ഇതുണ്ടാവുള്ളൂ. ഉസ്താദിനുണ്ടായ മഹത്വത്തെ കുറിച്ച് ഒരാൾ ചിന്തിച്ചു നോക്കൂ. എന്താണ് അതിന്റെ പിന്നിലുള്ള കാരണം? മടവൂർ ശൈഖുനയുമായുള്ള ബന്ധമല്ലേ? അതാണ് മഹാനായ ശംസുൽ ഉലമ ഇ.കെ. ഉസ്താദ് ആ കാലഘട്ടത്തിൽ ജീവിച്ച ശൈഖ് മടവൂർ ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ്. അതേപോലെ മഹാനായ സിറാജുദ്ദീൻ അൽ ഖാദിരി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് അയിലക്കാട് അവരെ സമീപത്ത് ചെല്ലുന്നു. ഇതല്ലേ ഉലമ ഇവിടെ കാണിച്ച മാതൃക. എ.പി. ഉസ്താദ് സുൽത്താനുൽ ഉലമ അവരും കാണിച്ച മാതൃക അത് തന്നെ. മടവൂർ ശൈഖുനായുടെ കൂടെ ജീവിക്കുന്നു. ഈ അടുത്ത് വഫാത്തായ വന്യരായ ചെറിയ പി ഉസ്താദ്, അത് നമുക്ക്